ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനെന്ന് കാണിക്കുന്നത് ഞാൻ ഹോസ്റ്റലിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള പ്രൊഡക്ട്സുകളാണ്. അതായത് ഹോസ്റ്റലിലെ എംടി ബോട്ടിൽസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇടയിലിട്ടോ. അതിന് മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് ലിഡിയ. ഞാനൊരു ബ്യൂട്ടി ഫാഷൻ ലൈഫ് സ്റ്റൈൽ കോണ്ടന്റ് ക്രിയേറ്ററാണ്. ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ. ക്രിസ്മസ് ആയിട്ട് ആദ്യമായിട്ടായിരിക്കും എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ട്രീ ഒന്നും ഇല്ലാത്തത്. കാരണം ഞാൻ ഇടയ്ക്കൊന്ന് ലീവിന് വന്നപ്പോഴത്തേക്ക് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ഇനി അത് കഴിഞ്ഞ് ക്രിസ്മസ് ലീവിന് പറ്റുമെങ്കിൽ ട്രീ സെറ്റ് ചെയ്യാൻ നോക്കാം. എന്നാലും എനിക്കിവിടെ കുറേ ഒതുക്കാനൊക്കെ നടക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ഈ വിസ്മയുടെ പരസ്യം നടക്കുന്ന വേറെ ഒന്നുമില്ല. ഞാൻ ഇവിടുത്തെ കവറിൽ അങ്ങ് കൊണ്ടുപോലുണ്ട്. അപ്പോൾ ആ കവറിൽ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചധികം പ്രൊഡക്ട്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ആണ് ഒരു ബോഡി മിസ്റ്റ് ആണ്. ഇത് ഞാൻ ഹോസ്റ്റലിൽ പോയപ്പോഴത്തേക്കല്ല ആദ്യമായിട്ട് യൂസ് ചെയ്തത്. അതിന് മുമ്പായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ റിവ്യൂ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് തോന്നുന്നുണ്ട്. ഇതൊരു 70 ഹൈഡ്രോബസ്റ്റ് ബീച്ച് പ്ലീസ് ബോഡി മിസ്റ്റ് ആണ്. ഹൈഡ്രോണിക് ആൻഡ് ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 555 ആയിരുന്നു. ഇത് വാങ്ങിച്ചിട്ട് കുറച്ചായിട്ടുണ്ട്. ഇതൊരു മൈൽഡ് സ്മെല്ലാണ്, വളരെ മൈൽഡാണ്. ഒരുപാട് നേരം ലാസ്റ്റ് എന്ന് വെച്ചാൽ ഒരു 4-5 മണിക്കൂറൊക്കെ ലാസ്റ്റ്. ഞാനിത് ഒറ്റയ്ക്കല്ല, ഇതിൻ്റെ കൂടെ പിന്നെ പെർഫ്യൂം ഇതൊക്കെ പെയർ ചെയ്യുന്നതുകൊണ്ടാണ് കുഴപ്പമില്ലാത്തത്. ഒറ്റയ്ക്കായിട്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് നമുക്ക് ഒരുപാട് സ്മെല്ല് വരുമ്പോഴത്തേക്ക് തുമ്മല് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മൈൽഡായിട്ടുള്ള സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കാരണം സാമാന്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് ഒരു ഇച്ചിരി ഇരിപ്പുണ്ട്, അത് വരുന്നില്ല. ഇതിൽ കൂടെ ഷൂ എന്ന് മാത്രമേ വരുന്നുള്ളൂ. പ്രോഡക്റ്റ് ഇച്ചിരി ഇങ്ങനെ സ്പ്രിൻസ് ചെയ്തു, അല്ലാണ്ട് കറക്റ്റ് വരുന്നില്ല. സോ ഞാനിത് ഇനി എടുത്തോണ്ട് പോകുന്നു. നെക്സ്റ്റ് 2 ബോഡി വാഷാണ്. ഈ ബോഡി വാഷ് ഇനി ഒന്ന് തീരാനായിരിക്കുന്നുണ്ട്. ഞാനിത് കൃത്യം കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ ഞാൻ വേറെ പലത് യൂസ് ചെയ്യുന്നുണ്ട്. ബോഡി ക്യൂബിട്ട് ഞാനിപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് നല്ല അഫോർഡബിൾ ആണ്. പ്രൈസ് 170 രൂപയേ ഉള്ളൂ 300 ml. പിന്നെ നല്ല ഡ്രൈ ആക്കില്ല, ക്ലെൻസ് ചെയ്യും. പക്ഷെ നല്ല ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യുമെന്ന് വെച്ചാൽ ഇല്ല. സോ ഞാൻ AHA ഉള്ള വേറൊരു ബോഡി വാഷും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ. ഇത് ഞാൻ നോർമലി രാവിലെയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ AHA ഉള്ള ബോഡി വാഷ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് കംപ്ലീറ്റ്ലി നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഞാൻ പറയുന്നില്ല. കാരണം ഇത് ഡീപ്പ് ക്ലെൻസിങ് ഇല്ല, പക്ഷെ ഹൈഡ്രേറ്റിംഗ് ആണ്. ഒരുപാട് ഡ്രൈ ആക്കി ഇങ്ങനെ പിരിപിരാക്കത്തില്ല സ്കിന്ന്. പിന്നെ കുറച്ചധികം എടുത്താലേ പറയത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വില കുറവാണ്. സോ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ ഇതിന്റെ ഒരു സ്മെല്ല് കുറച്ചധികം നേരം നിൽക്കുന്നുണ്ട്. ഒരു 3 മണിക്കൂറൊക്കെ നിൽക്കും. ആദ്യം ട്രൈ ചെയ്യുമ്പോൾ അത് ഫീൽ ചെയ്യത്തുള്ളൂ. നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നോസ് ഒന്നും യൂസ്ഡ് ആവില്ല. അപ്പോൾ നമുക്ക് ആ സ്മെല്ല് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ ആദ്യം ട്രൈ ചെയ്ത് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഒരു 3-4 മണിക്കൂർ ഇതിന്റെ സ്മെല്ല് ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇത് എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആണ്. നെക്സ്റ്റ് ഇവിടെ തന്നെ വേറെ ഒന്നും ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. സോ ഞാൻ സെപ്പറേറ്റ് കാണിച്ചത്. ഇത് കണ്ടോ, ഇത് ലൈറ്റ് ബ്ലൂ ആണ്, ഇത് ഡീപ്പ് ബ്ലൂ ആണ്. മീൻസ് ഇത് നേവി ബ്ലൂ ആണ്, ഇത് ലൈറ്റ് ബ്ലൂ ആണ്. ഇത് നറിഷിംഗ് ബോഡി വാഷ് ആണ്. ഇത് ജെന്റിൽ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് ആണ്. പക്ഷെ ഇതിന്റെ എക്സ്ഫോളിയേഷൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇതിൽ AHA BHA അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവര് എക്സ്ഫോളിയേറ്റിംഗ് ബീഡ്സ് വെച്ചിട്ട് എക്സ്ഫോളിയേറ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇതിന്റെ ഒരു ബന്ധു ഡ്രൈ ആക്കുന്നില്ല, നമുക്ക് ഒരുപാട് ഡീപ്പ് ക്ലെൻസിങ്ങും ഇല്ലെന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട്. പ്രൈസ് 225 ആണ്. പ്രൈസ് കൂടിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇത് 250 ml ഉള്ളൂ താനും. ഇതിന്റെ സ്മെല്ലും എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. ടോട്ടലി ഇത് എനിക്ക് ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് അടിപൊളിയായിട്ട് തോന്നിയില്ല കേട്ടോ. ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ കംഫർട്ട്, ഞാൻ ആദ്യമായിട്ട് അവിടെ ചെന്നിട്ട് ഡ്രസ്സ് നനച്ചിട്ടപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു ആ സമയത്തൊക്കെ. എനിക്ക് എൻ്റെ ഡ്രസ്സിന് സ്മെല്ല് തോന്നി തുടങ്ങി. ഞാൻ അങ്ങനെ പൊതുവെ കംഫർട്ട് സ്ഥിരം യൂസ് ചെയ്യുന്ന ആളൊന്നുമല്ല, ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എനിക്ക് മീൻസ് ഉണങ്ങിയിട്ട് നേരെ ഉണങ്ങി കിട്ടാണ്ടൊക്കെ ഒരു സ്മെല്ല് വരത്തില്ല. ആ സ്മെല്ല് വന്ന് എനിക്ക് ഫീൽ ചെയ്ത് എനിക്ക് ഞാൻ ഡ്രസ്സ് ഇടാൻ തോന്നിയില്ല. സോ ഞാൻ പിന്നെ ഈ 99% ആന്റി ബാക്ടീരിയൽ ആക്ഷനുള്ള കംഫർട്ട് വാങ്ങിച്ചു. 60 രൂപയാണ്. എത്ര ml എന്ന് നോക്കിയാൽ 210 ml ആണ്. ഞാനിപ്പോൾ വലിയ ബോട്ടിൽ വാങ്ങിച്ചിട്ട് വേറൊരു 60 രൂപയുടെ കുപ്പിയിൽ ഒഴിച്ച് വെച്ച് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് വലിയ ബോട്ടിലെടുത്ത് കുളിക്കാനൊക്കെ പോകുമ്പോഴത്തേക്ക് തുണി നനയ്ക്കാൻ പോകുമ്പോഴത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതെനിക്ക് ഇഷ്ടമായി. ഒരു മൈൽഡ് സ്മെല്ലാണ്, സ്ട്രോങ് അല്ല. ആന്റി ബാക്ടീരിയൽ പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ അവിടെ ഉണങ്ങി കിട്ടാനൊക്കെ ഇച്ചിരി ലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരേണ്ട ചാൻസ് ഉള്ളതാണ്. പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, ഉണ്ടായിട്ടില്ല. അതിനർത്ഥം ഇത് എന്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, അറിയത്തില്ല. പിന്നെ സ്മെല്ല് മൈൽഡാണ്. വേണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. ഈ ഗ്രീൻ കളർ. നെക്സ്റ്റ് ഇതാണ് സോഫ്റ്റ് ടച്ച് ഫാബ്രിക് കണ്ടീഷണർ. ഞാനിത് വാങ്ങിക്കാൻ കാരണം ഞാൻ പോയപ്പോഴത്തേക്കും അവിടെ കംഫർട്ട് ഉണ്ടായിരുന്നില്ല, ആ ഗ്രീൻ കളറ്. അപ്പോൾ ഇതിന് ഒന്നെടുക്കുമ്പോഴത്തേക്കും ഒന്ന് ഫ്രീ അങ്ങനെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലക്ഷ്മി കൂടെ ചേർന്നതോ വാങ്ങിച്ചതാണ്. അവിടെ നമുക്ക് ട്രിവാൻഡ്രത്തുള്ള പോലെ എല്ലാം ഇങ്ങനെ അവൈലബിൾ ആകുന്ന കടകൾ വളരെ കുറവാണ്. ആദ്യമായിട്ട് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നു, പിന്നെ ശീലമായിക്കോളും. എന്താണെന്നറിയാമോ, ഇവിടെ നമുക്ക് ഓരോ ഓപ്ഷനിൽ നടന്നില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ ഉണ്ട്. ഇനി അതിൽ നടന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്, വിചാരിച്ച കാര്യം കിട്ടാനായിട്ട്. അവിടെ വിചാരിച്ച കാര്യം കിട്ടാനായിട്ട് അങ്ങനെയുള്ള ഓപ്ഷൻസ് കുറവാണ്, മോളുകൾ കുറവായതുകൊണ്ട്.
പിന്നെ പോപ്പുലേഷനൊക്കെ ഒരു ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി പറയാം. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് 58 ആണ്. ഇതിൻ്റെത് നല്ലൊരു ഇച്ചിരി സ്ട്രോങ് സ്മെല്ലാണ്. ഇതിൻ്റെ സ്മെല്ല് നമുക്ക് ഡ്രസ്സിൽ നല്ലോണം ഫീൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു ആ ദിവസം മുഴുവൻ മീൻസ് ഇടുമ്പോഴത്തേനും. പക്ഷെ മറ്റേത് നമുക്ക് അത്രയും ഫീൽ ചെയ്തില്ല, കാരണം അത്രയും മൈൽഡാണ്. ബട്ട് സ്മെല്ലുണ്ട് അവിടെ, പക്ഷെ അത്രയും നമുക്ക് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തില്ല. ഇത് നമുക്ക് സ്ട്രോങ് ആയിട്ട് നല്ലോണം ഫീൽ ചെയ്യും. പക്ഷേ എന്ന് കരുതി തുമ്മലോ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ, അത്രയും സ്ട്രോങ് അല്ല. സോ സ്മെല്ല് വേണമെന്നുള്ളവർക്ക് ഇത് സുഖമായിട്ട് ട്രൈ ചെയ്യാം. നല്ല സ്മെല്ല് വേണം, ഒരു ഫ്ലോറൽ സ്മെല്ലാണ് ഇതിന് കിട്ടുന്നത്. ഫ്ലോറൽ അല്ലേ ആണ്. നെക്സ്റ്റ് ലോറിയലിന്റെ ഷാമ്പു. ഇത് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന വേരിയന്റ് ആണ്. ഈ ചുവന്ന സാധനം, ചുവപ്പും വൈറ്റും ഉള്ളത്, റെഡും വൈറ്റും ഉള്ളത്. അപ്പോൾ ഇതിന്റെ കണ്ടീഷണർ അവിടെ ഇരിപ്പുണ്ട്, കുറച്ച് യൂസ് ചെയ്യാനുണ്ട്. കാരണം ഞാൻ ഇടയ്ക്ക് വേറൊരു ബ്രാൻഡിന്റെ ഷാമ്പൂ കണ്ടീഷണർ ട്രൈ ചെയ്തപ്പോഴത്തേക്കും ഇതിന്റെ കണ്ടീഷണർ അവിടെ ഇരുന്നത്. കാരണം എന്റെ ഷാമ്പു വിട്ടെന്തെങ്കിലും കണ്ടീഷണർ അവിടെ ഇരിക്കലുണ്ട്. തെറ്റിപ്പോയി. കാരണം എന്റെ കണ്ടീഷണർ തീരലില്ല, ഷാമ്പു പെട്ടെന്ന് തീരും, അങ്ങനെയാണ്. പ്രൈസ് 95 രൂപയാണ്. ഇതൊരു ഡീപ്പ് ക്ലെൻസിങ് നല്ലതാണ്, അല്ലാണ്ട് റെഗുലറായിട്ട് യൂസ് ചെയ്ത് സൂപ്പർ അല്ല കേട്ടോ. ഇടയ്ക്കിടെ നമ്മൾ നല്ലപോലെ ഓയിലൊക്കെ ഇട്ടിട്ട് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ഇതിന്റെ കണ്ടീഷണറും നല്ലതാണ്. ഇതിന്റെ കണ്ടീഷണർ കളഞ്ഞ് കുറച്ചുകൂടെ മറ്റേ ഗോൾഡൻ ബോട്ടിലില്ല, അതിന്റെ കണ്ടീഷണർ കുറച്ചുകൂടെ ഇഷ്ടമായിട്ടുണ്ട്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. ഞാൻ ഇതിന്റെ കവർ നേരെ എടുത്തിട്ടില്ല, കാരണം ഞാൻ ഇത് ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് വിചാരിച്ചത് ഇത് വർക്കാവില്ലെന്നാണ്. ഇതിന്റെ പ്രൈസ് 140 രൂപയാണ്. ബൈ ഓൺ ഗെറ്റ് ഓൺ ഫ്രീ എനിക്ക് പോത്തീസിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം വില കുറച്ച് കിട്ടുന്ന 140 രൂപ തന്നെ എനിക്കൊരു കൺഫ്യൂഷൻ തന്നു. പിന്നെ ബൈ ഓൺ ഗെറ്റ് ഓൺ ആകുമ്പോഴത്തേക്കും 170 രൂപ ആവുന്നുള്ളൂ. അപ്പോൾ ഇത് വാങ്ങിച്ചത് ജസ്റ്റ് മേക്കപ്പിന് മുമ്പായിട്ടൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ക്ലെൻസിങ്ങിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചിട്ടാണ്. ബട്ട് എന്തെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് ക്ലെൻസ് ചെയ്താൽ മതിയല്ലോ, ഒരുപാട് ഡീപ്പ് ക്ലെൻസിങ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാന്ന് വെച്ച് വാങ്ങിച്ചു. പക്ഷേ ട്രൈ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ മുൻവിധിയൊക്കെ മാറ്റിക്കൊണ്ട് ഇത് നന്നായിട്ട് വർക്ക് ചെയ്തു. എൻ്റെ ഓയിലി ആക്രിക്കോൺ സ്കിന്നാണ്, എനിക്ക് മൈൽഡ് ക്ലെൻസിങ് തരുന്നുണ്ട്. ഡീപ്പ് ക്ലെൻസിങ് അല്ല, ജെൽ ബേസ്ഡ് ആണ്. പിന്നെ ഭയങ്കര സ്ട്രോങ് സ്മെല്ലല്ല, മൈൽഡ് സ്മെല്ലാണ്. ആക്നെയോ കാര്യങ്ങളോ വേറെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. സോ ഇത് ഈ പ്രൈസ് റേഞ്ചിനാണെങ്കിലും എന്തൊക്കെ ആയാലും ഇത് സൂപ്പർ പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഡീപ് ക്ലെൻസിങ് ഇല്ല, അത്രേ ഉള്ളൂ. വേറെ നമ്മൾ കൂടിയ ബ്രാൻഡുകളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്, കൂടിയ മീൻസ് 200-300 റേഞ്ചിൽ വരുന്ന ബ്രാൻഡുകളുടെ ഫേസ് വാഷ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ആക്ഷൻ നല്ലതാണ്. ഈ പ്രൈസ് റേഞ്ചിന് സൂപ്പറാണ്, ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വിവലിന്റെ ഒരു ബോഡി വാഷാണ്. ഇത് ഡ്രൈയിങ് ആണ്, സ്മെൽ ഭയങ്കര സ്ട്രോങ് ആണ്. പിന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആയതുകൊണ്ട് അങ്ങനെ ട്രാവലിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തതാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 40 രൂപയാണ്. ഓവൊന്നുമില്ല, ജസ്റ്റ് ഒരു ബോഡി വാഷ്. നെക്സ്റ്റ് ബേബി ഷാമ്പു ആണ്. ഇത് നമുക്ക് മൈൽഡായിട്ട് ഹെയർ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി, നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യാം. മനസ്സിലായോ? ഇത് നമുക്കുണ്ടല്ലോ, നമ്മുടെ സ്കാൽപ്പിൽ ഒരുപാട് ഡേർട്ടോ ഓയിലോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ നമുക്ക് ഒന്ന് വേർപ്പായത് കൊണ്ട് ക്ലെൻസ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ബേബി ഷാമ്പു ഏതായാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞാനിത് അങ്ങനെ ട്രൈ ചെയ്തതാണ്. പ്രൈസ് വന്നിട്ട് 120 രൂപയാണ്. അങ്ങനെയുള്ള പർപ്പസിന് ഇത് കൊള്ളാം. നെക്സ്റ്റ് പതഞ്ജലിയുടെ ഒരു അലോവേര ജെല്ലാണ്. ഇത് ഞാൻ ഫേസിലിടാൻ വാങ്ങിച്ചതല്ല, ഷേവ് ചെയ്യുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 50 രൂപയാണ്. ഇത് പണ്ട് എപ്പോഴോ ഫേസിൽ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. കാരണം ഇതിനൊരു സ്ട്രോങ് ഫ്രാഗ്രൻസ് ഉണ്ട്, പിന്നെ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫേസിലിടാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല എപ്പോഴും. ഞാൻ പക്ഷേ ട്യൂബിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഹോസ്റ്റലിൽ വെച്ച് ഇങ്ങനെ സ്ക്യൂസ് ചെയ്തെടുക്കാനൊക്കെ ബാത്റൂമിൽ വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടി എളുപ്പമായിട്ട് അങ്ങനെ ട്യൂബിലുള്ളത് നോക്കിയപ്പോൾ അങ്ങനെ കിട്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ പ്രൈസും കുറവാണ്. പ്രൈസ് എത്ര പറഞ്ഞാൽ 50 രൂപ ഫോർ 60 ml. ഇനി 2 അണ്ടർആം റോളോൺ ആണ്. ഒന്ന് നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാവും, കാർമേസിയുടെ അണ്ടർആം റോളോൺ ആണ്. ഞാൻ സ്ഥിരം ഇപ്പം ഇത് തന്നെ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത് ഫ്ലോറൽ സൺസെറ്റ് ആണ്. 95% നാച്ചുറൽ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ 5% എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. നോ ആൽക്കഹോൾ, നോ അലുമിനിയം, നോ ട്രൈക്ലോസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 249 രൂപയാണ്. ഇത് ഒരുപാട് കാലം നിൽക്കത്തില്ല, പക്ഷേ ഒരു അണ്ടർആം റോളോൺ എത്ര കാലം നിൽക്കും അത്രയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് 50 ml ഓഫ് പ്രോഡക്റ്റ് ആണ്. പ്രൈസ് കുറവാണ്. പിന്നെ ഫ്ലോറൽ ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടമാവുന്നുണ്ട്. സാമാന്യം ഒരു 7-8 മണിക്കൂർ വരെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്മെല്ല് എനിക്കിത് ഫേവറേറ്റ് ആണ്. ഞാനിത് വീണ്ടും വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈ പ്രോഡക്റ്റ് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. വിഷ്കെയറിന്റെ അണ്ടർആം റോളോൺ ആണ്. ഇത് 5% AHA, 3% കോജിക് ആസിഡ്, ഹൈഡ്രോണിക് ആസിഡ്, ലിക്രൈസ്, CK ഒക്കെ ഉണ്ട്. അണ്ടർആം ലൈറ്റനിങ് ആൻഡ് ഓർഡർ കൺട്രോൾ എന്ന് എഴുതിയിട്ടുണ്ട്. അക്കോ ഫ്രഷ് ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് കാണുന്നില്ല, ഔട്ടർ ബോക്സ് ഉണ്ടായിരുന്നു, ഔട്ടർ ബോക്സ് എവിടെ പോയി. അപ്പോൾ ഇതിന്റെ സ്മെല്ല് അക്വാ ഫ്രഷ് ആ ഒരു സ്മെല്ല് തന്നെയാണ്, ആ ഒരു സ്മെല്ലാണ്. പിന്നെ ഇതിന്റെ അകത്ത് നല്ല ഒരു ലിക്വിഡ് ഫോമിലാ ഇതിന്റെ ഇതാടുന്ന സൗണ്ട് കേൾക്കുന്നത്. ഇത് ഭയങ്കര ലിക്വിഡ് ഫോമിലാ കിടക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഇതിന്റെ കുറേ ഒലിച്ചു പോകും. അപ്പോൾ കുറേ പ്രൊഡക്റ്റ് വേസ്റ്റ് പോകുന്നുണ്ട്. ആ കൺസിസ്റ്റൻസിയിലൊരു ചെറിയ പ്രശ്നം. ഇതിൽ 5% AHA, ലിക്വൈസ് ഒക്കെ ഉള്ളതുകൊണ്ട് ലൈറ്റിങ്ങിന് വേണ്ടി വർക്ക് ചെയ്യേണ്ടതാണ്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. എന്റെ നോർമൽ അണ്ടർആമിന്റെ കളർ എന്താണോ അതങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഹൈഡ്രോണിക് ആസിഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഹൈഡ്രേറ്റിംഗ് ആകണമല്ലോ, ഹൈഡ്രേറ്റിംഗ് ആണ്, ഡ്രൈയിങ് ഒന്നുമല്ല. പിന്നെ എൻ്റെ ഡ്രൈ ആക്കാൻ പോകാറില്ല, എൻ്റെ എപ്പോഴും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യം എനിക്ക് ഇതിൽ പറയാൻ പറ്റത്തില്ല കേട്ടോ. ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ ട്രൈ ചെയ്താൽ മതി. എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. ഇതോടെ എൻ്റെ പ്രോഡക്റ്റുകൾ കഴിഞ്ഞിട്ടുണ്ട്. മീൻസ് MD ബോട്ടിൽസ് ഹോസ്റ്റൽ വെർഷൻ കഴിഞ്ഞിട്ടുണ്ട്.
വീട്ടിലെ വെർഷൻ ഇനി വരുന്നതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കുറേ ഉണ്ട്, ഒരു ബോക്സിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ബി ഹാപ്പി, ബൈ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ പിന്നെ കാണാം. ടാറ്റാ. പിന്നെ ഞാൻ Q&A ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആരും ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടില്ല, ചോദിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. പിന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞ ശേഷം ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടില്ല, കണ്ടില്ല, കേട്ടില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടാറ്റാ.